ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണെന്ന് വെച്ചാൽ കൂടുതൽ അന്യ സംസ്ഥാന സിനിമകളില്ലേ കന്നഡ തമിഴ് അതിലൊക്കെ കൂടുതൽ കാണാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ല. പണി എന്താ വെച്ചാല് വീടിനകത്ത് ഇരുത്തില്ല, പുറത്ത് മണ്ണി പോയിട്ട് മണ്ണിങ്ങനെ കോരും. ഒരു കോരിൽ തന്നെ ആ സാധനം പൊട്ടിപ്പോയി കൊണ്ടിങ്ങനെ നടക്കും. ഗുരുവായൂരിന്റെ രാത്രി കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രസമാണ്. മണ്ഡലം 41 വരെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, കച്ചവടക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ചേരും. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അന്യ സംസ്ഥാനത്തുള്ള സ്വാമിമാരെല്ലാവരും വന്നിട്ട് നമ്മുടെ കേരളത്തിലുള്ളവർ കേട്ടോ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയതിന് ശേഷമാണ് മറ്റുള്ള അമ്പലത്തിൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തിന് ആൾക്കാർ വരുമ്പോൾ ഇവിടുന്ന് ഒരുപാട് കച്ചവടക്കാരും ഉണ്ടാവില്ല. അപ്പോൾ ഒരു കച്ചവടത്തിൽ കുറേ സാധനങ്ങൾ പിടിച്ച് അലുവ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇവിടുന്ന് വെളിച്ചെണ്ണ, ഒരു മഞ്ഞ പാക്കറ്റിൽ ഒരു വെളിച്ചെണ്ണ ഇവിടെയൊക്കെ കാണാം, മഞ്ഞ കളറിൽ ഒരു ഡപ്പിയിൽ വെളിച്ചെണ്ണ, അതൊക്കെ മേടിച്ച് ഒക്കെയാണ് മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് ഒത്തിരി ആൾക്കാർ സായിയപ്പന്മാർ വന്നിട്ട്. അപ്പോൾ നമുക്ക് ഏകാദശി കഴിഞ്ഞിട്ടും ഇവിടെ എത്ര തിരക്കാൻ നോക്കിയാൽ പിന്നെ പറഞ്ഞില്ല, മണ്ഡലം 41 വരെ ഇവിടെ ഫുള്ള് സീസണാണ്. ഫുള്ള് പരിപാടിയും കാരണം ഫുള്ള് ഒരു പ്രത്യേക രസമാണ് ഇവിടെ. അടിപൊളിയാണ് എന്തായാലും. അതെ, സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ കച്ചവടം നമുക്ക് മഞ്ഞളാല് വരേണ്ടത്. അതെ, രണ്ട് സൈഡിലും ഫുള്ളത്തിന്റെ ഈ നട തൊട്ട് മഞ്ഞളാലിന്റെ ആ ഭാഗം വരെ ഫുള്ള് കച്ചവടക്കാരാണ്. അത് നമ്മുടെ കിഴക്കേ നടക്കിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടക്കാരല്ലേ. അത് പടിഞ്ഞാറ് നടക്കിലോ വടക്കേ നടക്കിലോ തെക്കേ നടക്കിലേങ്കാട്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ വരിക ഈ സൈഡിലാണ് വരിക. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമുക്ക് അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു സ്പ്രേ, ഇത് അത്രാണ് സ്പ്രേ അത്തർ വാങ്ങിക്കാൻ വേണ്ടിയാണ് ആദ്യം വന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന മിലാഫ് എന്ന് പറഞ്ഞൊരു സ്മെല്ലുണ്ട്. മിലാഫ് എന്നാണ് ആ പെർഫ്യൂമിൻ്റെ പേര്. പ്രത്യേക നല്ല മണം കൂടിയാണ്. ആ സംഭവം ഞങ്ങൾ തപ്പി അവസാനം 4 നേരം കേട്ടോ ഞങ്ങൾ കുറേ ദിവസമായി വാങ്ങിക്കണം എന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു മണവും കാര്യങ്ങളൊക്കെയാണ്. ഒരു രസമാണ് ഇതിന് മണം, ഒരു പോസിറ്റീവ് വൈബാണ് ലഭിക്കുക. ഇതിന് ഞങ്ങൾ വാങ്ങിച്ചു 150 രൂപയാണ് റേറ്റ്. നല്ല മണവും കാര്യങ്ങളൊക്കെയാണ്. കിഴക്കേ നടയിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഈ പെർഫ്യൂം ലഭിക്കും, അത്ര കിട്ടും. ഇതാണ് സംഭവം. ഇതാണ് സംഭവം. പവർഫുൾ വേർക്കും തോറും ഇതിന്റെ പവർ കൂടി വരും, കൂടുതൽ വേണം. ഇവിടെ ചെണ്ടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു മൃദംഗം പോലത്തെ ചെണ്ടയും കാര്യങ്ങളൊക്കെ. അത് ബാക്കിയുള്ള എന്ന് വെച്ചാൽ അയ്യപ്പ സീസണൊക്കെ ആകുമ്പോൾ അയ്യപ്പന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കൊണ്ടിങ്ങനെ നടക്കും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവര് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ഈ ചെണ്ട. അത് ഉണ്ടാക്കിയിട്ട് അതിന്റെ തോലൊക്കെ സെറ്റ് ചെയ്ത് അവർ ആ ഇതിന്റെ അടിയിൽ എന്താ പറയുക പാലത്തിന്റെ അടിയിൽ നിന്ന് ഉണ്ടാക്കി എന്നിട്ടാണ് ഈ സാധനം സെയിൽ ചെയ്യുന്നത് ഇവര്. പ്രത്യേക രസം. അതെ, ഇനി കൊട്ടുകയും ചെയ്യാം. അതുപോലെ ചെറിയ ഈ ചിൽ ഇരത്താളുണ്ടല്ലോ, ഇരത്താളൊക്കെ കിട്ടും. അത് പ്രത്യേക ഒരു രീതിക്ക് പിന്നെ അതുപോലെ തന്നെ നല്ല, അതായത് ഈ രാത്രി എന്ന് പറഞ്ഞാൽ എന്തോരം ആൾക്കാരെന്ന് പറയും. തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. അവിടെ നിന്ന് ഇവിടെ നിന്ന് അതിന്റെ ഇടയിൽ കൂടെ വണ്ടികളും അല്ലേ, സ്കൂട്ടർ ആൾക്കാർ വരും. നല്ല രസാട്ടോ. രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരം പോണത് അറിയില്ല, സമയം പോണതേ അറിയില്ല. നമ്മള് അതൊക്കെ അയ്യപ്പന്മാരാണ് പോണത്. അതെ, അടിപൊളി. അയ്യപ്പന്മാരെ ഒരു കൂട്ടം പോലെ. അപ്പൊ ഇവിടെ ചെറുതിപ്പോ അങ്ങനത്തെ സ്ഥലമല്ല, വെള്ളിയുടെ പിന്നെ ഗോൾഡൻ ടൈപ്പ്, പിന്നെ അല്ലാതെ കല്ല് മുത്തുകൾ, അതെ, കറുപ്പ് കല്ല് പിടിപ്പിച്ചിട്ടുള്ളത്. രസകരമായിട്ടുള്ള പാദസരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മാലകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന മഞ്ഞ മാല ഇപ്പൊ ട്രെൻഡാണ്. ഇപ്പൊ കുറെ പേരൊക്കെ കാണുകയാണ്. എല്ലായിടത്തും ഉണ്ട് സംഭവം. ഉണ്ടായിരുന്നു ആ സൈഡും ഉണ്ട്, ഈ സൈഡും ഉണ്ട്, രണ്ട് സൈഡും ഉണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ നല്ല രസകരമായിട്ട് നല്ല ഒരുക്കണം എന്ന് വെച്ചാൽ വീടിനകത്തേക്ക് നല്ല ഭംഗി കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഇതേപോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ്. അത് നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ സോഫയൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ വീട്ടിലൊക്കെ. പിന്നെ മൂലക്കായിട്ട് ഒരു സോഫ മാത്രം വെച്ചാൽ പ്ലെയിൻ ആക്കിയിട്ട് ഇങ്ങനെ വെക്കും, ഒരു മൂല സൈഡിലായിട്ട്. അപ്പം അതിന് മുകളിലൊക്കെ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ടിവിയുടെ ആ സാധനം അവിടെയൊക്കെ വെക്കാൻ നല്ല രസമാവും. ഇങ്ങനത്തെയൊക്കെ പ്രത്യേകിച്ച് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ. ഇത് കൂടുതലും പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലും
പാവകൾ അറിയണമെന്നുണ്ടെങ്കിൽ ബൊമ്മക്കുലു എന്ന് പറയും. ബൊമ്മക്കുലു ആ സീസൺ ആകുമ്പോൾ ഓരോരോ ഭഗവാന്മാരുടെ വിഗ്രഹങ്ങൾ ഇതേപോലെ അല്ലെങ്കിൽ പെയിന്റ് അടിച്ച് നല്ല ഭംഗിയിൽ കാണാം. അത് നല്ല രസമാണ്. ഇവിടെ ഓരോരുത്തര് കൈ പിടിച്ചിട്ട് വരികയാണ്. ചപ്പാത്തി ഉണ്ടാക്കണ വിഷയം വേണം, ചപ്പാത്തി ഉണ്ടാക്കണ വിഷയം വേണം, ടോയ്സുകൾ. പിള്ളേർക്കൊക്കെ ശബ്ദം കേൾക്കാൻ രസമാട്ടോ. ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് കണ്ടില്ലേ ചന്ദനത്തിരി കുത്തിവെക്കണ സംഭവം, അതുപോലെ നല്ല രസകരമായിട്ടുള്ള ചന്ദനത്തിരി. എന്ത് രസമല്ലേ? 1 2 3 4 5 6 6 കുത്തണതുണ്ട്, അതുപോലെ 3 കുത്തണതുണ്ട്. 2 ടൈപ്പ് ഉണ്ട് അല്ലേ? 7 ഉണ്ട്. റൗണ്ട് 6 നടുക്ക് 7. ഞാൻ എന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോ 5 കുത്തണതുണ്ട്. 5 കുത്തണുണ്ട്. പല ടൈപ്പിലുണ്ട്. പിന്നെ ഓരോ പെൻസിലുകളും കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റൈൽ ഇട്ടെന്ന് വെച്ചാൽ കത്തിപ്പേന എന്നൊക്കെ പറയണ ഓരോ കത്തി പെൻസില്, കത്തിപ്പേന ഉണ്ടോ. അതുപോലെ തന്നെ വാളും രൂപത്തിലുള്ള കത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വെറൈറ്റി ഐറ്റംസ് കാണാത്ത കത്തികളുണ്ട് ഇഷ്ടംപോലെ. കത്തികൾ ഏതുതരം കത്തി വേണമെങ്കിലുണ്ട്. അതെ, വാക്കത്തി, വെട്ടുകത്തി, കത്തിങ്ങനെ തേങ്ങ വെട്ടണ കത്തി, പലതരം കത്തികളുണ്ട്. ഇതാണ് അടയ്ക്കാ കത്തി എന്ന് പറഞ്ഞ സാധനം. അടയ്ക്കാ കത്തി ഉണ്ട്, അടയ്ക്കാ കത്തി, കഷ്ണ വെട്ടണ കത്തി, വാക്കത്തി, വെട്ടണ കത്തി, എല്ലാതരം കത്തികളുണ്ട്. ചേട്ടാ ഇത് എവിടെ ഉണ്ടാക്കുന്നതൊക്കെ? പാലക്കാട് നെന്മാറയിൽ ഉണ്ടാക്കി തരുന്നത് അല്ലേ? ഇത് ഒറിജിനൽ ഇരുമ്പ്, ഒറിജിനൽ ഇരുമ്പ്, ഒരിക്കൻ്റെ വാലിറ്റി. അതല്ലേ ലീഫ് അതല്ലേ? അപ്പൊ പരമ്പരാഗതമായിട്ട് ഞാൻ ഒരു വട്ടം ഞാൻ വെട്ടുകത്തി മേടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ചേട്ടൻ വീട്ടിലേക്ക് വന്നതാ, സഞ്ചിയിൽ വീട്ടിലേക്ക് വന്നതാ, ഉണ്ടാക്കണതാണെന്ന് പറഞ്ഞിട്ട് കൊടുന്നാണ് വെട്ടുകത്തി. ഇപ്പോഴും ഉണ്ട് കേട്ടോ, അടിപൊളി കത്തിയാ, ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പറാണിത്. സെറ്റാക്കി കൊണ്ടിരുന്നാണ്. നല്ല ഇതിലിട്ടിട്ട് വീട്ടു പണിതിട്ട് നമ്മൾ പണ്ടൊക്കെ സെൽഫ് കോംപ്ലക്സ് ഇത് കഴിഞ്ഞപ്പോ അങ്ങനെ എടുത്ത് ഇതാണ് ഈ അടക്കിയ കത്തി എന്ന് പറയുന്ന സാധനം. കറിക്ക് അരിയാനൊക്കെ ഉപയോഗിക്കാം. അത് കൂടുതൽ ഈ ഇങ്ങനെ വരുന്നത് അടക്കിയ അത് വേറെ അതിവിടെ ഓടില്ല. നമ്മൾ ഓരോ മാർക്കറ്റിനനുസരിച്ച് സാധനം ഓടുന്നു. ഇതൊക്കെ നല്ല ബ്ലേഡിന്റെ കേട്ടോ, ബ്ലേഡിന്റെ നല്ല ഷാർപ്പ്, നല്ല മൂർച്ചയായിരിക്കും കഷ്ണം വെട്ടാനൊക്കെ. പിന്നെ അതിന് ലോക്കൽ ഉണ്ട്, അത് എടുത്തില്ല. നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ സെറ്റപ്പാണ്. ഇത് കണ്ടാലും അറിയാൻ പറ്റും. ഇത് കേട്ടോ, ഇവിടെ ഈ സാധനം വിട്ട് വരുമ്പോ ഇത് വാളിന്റെയാണ്. വീട്ടിപ്പിടിയാണ്, വീട്ടിപ്പിടി വാളിന് സെറ്റ് ഇതുവരെ അത് നമുക്ക് ഹാപ്പാണ്. ഇത്ര ഉണ്ടാവുള്ളൂ, ഇത്രയേ ഉണ്ടാവും. അതിങ്ങനെ ഫുള്ള് വരെ ഉണ്ടാവും. കപ്പക്കട്ടിയാ നമ്മളെ കോട്ടയം വയനാടൊക്കെ കിട്ടുന്നത്. ഉപയോഗിക്കുന്നതാണത്. അതുപോലെ ഇത് നല്ല സ്റ്റൈലൊക്കെ ചെയ്തല്ലേ? ഇത് ഒരുവിധ തമിഴ് സിനിമകളിലൊക്കെ സ്റ്റൈലിലാണ്. ഇത് ഇത് ഏറ്റവും മറ്റേ കൂടുതൽ അന്യ സംസ്ഥാന സിനിമകളില്ലേ, കന്നഡ, തമിഴ്, അതിലൊക്കെ കൂടുതൽ കാണാൻ ഈ സാധനം. ഷോയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നത്. അതല്ലേ? ഈ കത്തികൾ വരുമ്പോ ഒരെണ്ണം 3000 രൂപയാണ്. മടക്ക് കത്തി അല്ലേ? ഇത് 1500 രൂപ. അത് നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോൾ റേറ്റ് കൂടും. ഇത് പണ്ടത്തെ ആൾക്കാരൊക്കെ അരയിൽ വെച്ച് കൊണ്ടുനടക്കുന്ന സാധനമാണിത്, അടക്കൊക്കെ വേണ്ടിയിട്ട്. ഇത് 3000 രൂപയാണ് ഇതിന്റെ വില. ഇത് 2500. സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഇത് വേണ്ടുന്നത് നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതല്ലേ? ഇന്നലെ വേറൊരു പാർട്ടി ചോദിച്ചു, അപ്പൊ ഇന്ന് കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഇത് അങ്ങനെ ഇവിടെ ഓരോ ഭാഗത്തേക്കും പോകുന്നില്ല. അപ്പൊ നമുക്ക് ഈ ആൾക്കാരുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കും. ഇത്
ഇത് പിച്ചളയിൽ വരുന്നതാണ്. കംപ്ലീറ്റ് പിച്ചളയാണ്, ഫുള്ള് പിച്ചള വരിക. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ വലിയ കാരണന്മാര് കൊണ്ട് നടന്നിരുന്ന സാധനമാണ്. അടക്ക ചരണ്ടാനും അത് അവിടെ കട്ട് ചെയ്തിട്ടില്ല. വേറെ വെട്ടെത്തി. പിന്നെ പുല്ല് വീസുന്ന അരിക്കാനൊക്കെ വേണ്ടി പുല്ലരിയാൻ വേണ്ടി അത് അരിവാള്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് കൃഷ്ണൻ. അതല്ലേ, കൃഷ്ണൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ കിഴക്കൻ നടക്കില് വന്നു കഴിഞ്ഞാല് ഈ കത്തികൾ ഏത് ടൈപ്പ് പറഞ്ഞത് അടക്കില്ല കുഞ്ഞെത്തി സൂപ്പർ കത്തികൾ കുഞ്ഞു കത്തി ഈ ചെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അമ്പ അടിപൊളി. ഇതൊക്കെ അങ്ങനെ വില? ഇതിന് 75 രൂപ. ഓൺലൈനിൽ 150 രൂപ. കേട്ടോ, ഇത് ഇങ്ങനെ ഇടാൻ പറ്റും. കീ ചെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഈ സാധനം അടയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും നമുക്ക് ഈ ഏത് തരം കത്തി വേണമെങ്കിലും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പലതരത്തിലുള്ള ടോയ്സ് ആണ് ഈ കാണുന്നത്. അത് മാത്രമല്ല, അവിടെ നോക്കിയൊരു വലിയൊരു വണ്ടികൾക്ക് വലിയൊരു ജീപ്പ്, തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. JCB എല്ലാവർക്കും ഉണ്ട് വാങ്ങിച്ചൊക്കെ. ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ല. പണി എന്താ വെച്ചാല് വീടിനകത്ത് ഇരുത്തില്ല, പുറത്ത് മണ്ണി പോയിട്ട് മണ്ണിങ്ങനെ കോരും. ഒരു കോരിൽ തന്നെ ആ സാധനം പൊട്ടിപ്പോയി. അത് ഫൈബർ അല്ലേ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ യാത്രക്കൊക്കെ കൊള്ളാം, യാത്രക്കൊക്കെ അടിപൊളി അല്ലേ. സഞ്ചിയുടെ മറ്റേ ഇതിൽ വരുന്ന തുണിയിൽ വരുന്നതാണ്, തുണിയിൽ വരുന്ന ബാഗ് അടിപൊളി. നല്ല കട്ടി, നല്ല കട്ടിങ്. പേര് എഴുതിക്കണേ വിമൽ. വിമൽ എഴുതിക്കണം. വിമൽ ബാഗുകൾ. പാൻ മസാല. ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ സ്വാമിമാർ വരുമല്ലോ, അയ്യപ്പന്മാർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇവർക്ക് മേടിച്ച് കൊണ്ടുപോകുമ്പോൾ ഇനി ബാഗ് ഇല്ലെങ്കിൽ സഞ്ചി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബാഗുകൾ മേടിച്ച് അതിലിട്ട് കൊണ്ടുപോകാം. അങ്ങനെയുള്ള എല്ലാവരും സൗകര്യങ്ങളുണ്ട്. അതെ, ട്രോളി ബാഗ് കാര്യങ്ങളൊക്കെ, എല്ലാ ബാഗും ട്രോളി, വലിയ വലിയ ബാഗുകളും കാര്യങ്ങളൊക്കെ യാത്രക്കൊക്കെ അടിപൊളിയാട്ടോ. അതെ, ട്രാവലിനൊക്കെ നല്ല നൈസാണ്. പിന്നെ ഇവിടെയൊക്കെ പെയിൻസ് അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങൾ. പിന്നെ ഈ കൊച്ചു കൊച്ചു കുട്ടികൾക്കുള്ള പട്ടുപാവാട, കുട്ടികളോട് നമ്മൾ പറഞ്ഞ കാര്യമില്ല, മറ്റേ വിമൽ പാൻ മസാല ആ ബാഗ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും അയ്യപ്പൻ സ്വാമി വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ വെറൈറ്റി വെച്ചാൽ ഈ പാവയും ഈ പട്ടുപാവടൊക്കെ അത് രണ്ടെണ്ണം നല്ല വ്യത്യാസമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. തൊട്ടടുത്ത് പാവ, അതിനപ്പുറത്ത് പട്ടുപാവാട. കുട്ടികൾ അതായത് ഒരു വയസ്സ് 2 വയസ്സായ കുട്ടികളിലൊക്കെ ഡ്രസ് കാണാൻ എന്ത് ഭംഗിയല്ലേ, ജുബ്ബേ ഇതും അപ്പൊ എൻ്റെ ഒക്കെ കാണാൻ അതൊക്കെ രസമുണ്ടാണ്. പിന്നെ സെറ്റുമുണ്ട്, പിന്നെ മുണ്ടുകള്, ഇതൊക്കെ അതെ ഖദറിന്റെ മുണ്ടുകൾ. അതെ, പിന്നെ നിക്കറ് കാര്യങ്ങളൊക്കെ, ഷോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നൈക്കിന്റെ. ഇത് ഓരോ അക്ഷരങ്ങളാണ് കേട്ടോ. ഈ അക്ഷരങ്ങൾ നമ്മുടെ പേരില് ഇവർ ഇതിൻ്റെ മുകളിൽ കെട്ടി തരും നമുക്കിത്. അങ്ങനത്തെ ഓരോ അക്ഷരങ്ങളാണിത്. അങ്ങനെ ഓരോരുത്തർ ചെയ്യും. അത് പിന്നെ എന്താ പറയുക, മൈലാഞ്ചി. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് തൂക്കിയിട്ട് ഞാൻ കണ്ടില്ലേ, മറ്റേ ഫോൺ വയ്ക്കുക, പേന വയ്ക്കുക, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പിന്നെ അതിൻ്റെ ഇടയിൽ ആങ്കർ പോലെ സാധനം ഉണ്ടാവില്ലേ, എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാം നമുക്ക്, ചാവി. പിന്നെ ഇതൊക്കെ ഫുള്ളായിട്ട് ഇതിൻ്റെ കീ ചെയിനുകളാണ് ഓരോ പേരുകൾ എഴുതിയിട്ടുള്ളത്. തൂക്കിക്കിടാൻ പറ്റും കീ ചെയിൻ. പിന്നെ മാല, കമ്മല് കാര്യങ്ങളൊക്കെ വരും. ബാഗുകൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് കേട്ടോ. 2 സ്ഥലത്തുണ്ട് ബാഗുകൾ. നല്ല ബ്രാൻഡുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല ബ്രാൻഡുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ബ്രാൻഡുള്ള ബാഗുകൾ. 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 പിന്നെ ഇവിടെ ബ്രാൻഡുള്ള ബാഗു
കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പാണ് താരം. അതെ, അതിപ്പോ ഇപ്രാവശ്യം സ്പെഷ്യലാണ്. ഇതൊക്കെ ഉണ്ട് ബബിൾസൊക്കെ. അടിപൊളി. മുന്നേ തന്നെ ഒരു കൊട്ടയിലേക്ക് ഇറക്കി ഇങ്ങനെ ഊതിക്കേണ്ട ബബിള് വരും. അങ്ങനത്തെ ആയിരുന്നു മുന്നേ. ഇപ്പൊ തോക്കാട് അടിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് ഉണ്ടയ്ക്ക് പകരം അവിടെ ഇത് ഇറക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സോപ്പ് വെള്ളം എന്നിട്ട് അടി കൂടെ കയറ്റി അടിച്ചെടുക്കാണ്. അത് പല ടൈപ്പിലുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കണതുകൊണ്ട് ഇങ്ങനെ അടി കൂടെ വെക്കണതുകൊണ്ട് പല സ്റ്റൈലുണ്ട്. അവിടെ ഫോട്ടോസിലൊക്കെ ഇറക്കിടും. അടിപൊളി ഫോട്ടോസുകളുണ്ട്. ഇത് ഫുള്ളായിട്ട് 3D ഫോട്ടോസാണ്. ഇത് മൊത്തം കണ്ട നല്ല രസമുണ്ടാണല്ലേ 3D ഫോട്ടോ. അത് കണ്ട ഈ ആയിരിക്കണ കുഞ്ഞ് കൃഷ്ണ കണ്ടോ? ഇത് അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ കണ്ണ് തുറക്കും, ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അടയ്ക്കും കണ്ണ്. കണ്ട അത് വീഡിയോയില് എത്രത്തോളം വരണമെന്ന് അറിയില്ല. പക്ഷെ നമ്മളെ കണ്ണുകൊണ്ട് കാണുമ്പോ പ്രത്യേക ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സ്റ്റൈല് കിട്ടും. അതിപ്പോ അത് അടിപൊളി സംഭവം. എന്ന് വെച്ചാൽ എക്സാമ്പിൾ കാണിക്കാൻ അല്ല കുതിരയൊക്കെ ചാടി ഈ പട്ടിക്കുട്ടികളൊക്കെ അതിങ്ങനെ ഇവിടെ എടുത്തിങ്ങനെ നിൽക്കും പ്രത്യേകമായിട്ട് ഫ്രെയിമിലേക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ടു. ഇവിടെ പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. കത്തിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രത്യേക ഒരു ഐറ്റംസ്, പിന്നെ ചാവി തൂക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. അതുപോലെ പട്ടുപാവാട, പാവാട, അങ്ങനെ കുറെ ഐറ്റംസ്. ചന്ദനത്തിരി കുത്തുള്ള 5 തട്ട് 3 തട്ട് ഒരുപാട് രസകരമായിട്ടുള്ള നല്ല സാധനങ്ങളൊക്കെ. ഇത് നേരം വെളുക്കുന്നവരെങ്ങനെയാണോ അതാണ് നമ്മുടെ കിഴക്കേ നടയിൽ. കാരണം എന്താ വെച്ചാൽ രാവിലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ രസകരമാണ് ഇവിടെ. നേരം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എത്ര സമയം നമ്മളോട് നിന്നാലും നമുക്ക് നേരം പോണതറിയില്ല. നല്ല രസമാണ്. ഇങ്ങനെ കാഴ്ചകളും കണ്ടു നിൽക്കാം. മുന്നിലാണ്. ഇവിടുന്ന് പുറകോട്ട് പോകുമ്പോഴാണ് കൂടുതലും ജനങ്ങൾ. കാരണം എന്താ സമയം ഇപ്പൊ 9 മണിയായി, 9:02. ഇവിടെ നല്ല ആൾക്കാരുണ്ട്. 10 കൂടും. ഇനിയും കൂടും. ഇനി ഓരോരുത്തരും വന്നു രാത്രി 11, 12, 1 മണി. പിന്നെ എന്തൊരു കാര്യം ചെയ്യില്ല, ഏത് പാതിരാത്രിക്ക് നമ്മൾ ഗുരുവായൂർ കിഴക്കേ നടക്കിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സാധനം വേണമെങ്കിലും കിട്ടും. ഒരു കവർ പാല് വേണോ അപ്പം കിട്ടും, ഒരു ചായ കിട്ടണോ അപ്പം കിട്ടും. കാരണം അത്രയും ആൾക്കാരാണ്. ഇത് മണ്ഡലം 41 വരെ ഗുരുവായൂർ നല്ല തിരക്കാണ്. മണ്ഡലം 41 കഴിഞ്ഞാലും ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ വരും. 41 വരെ ഇങ്ങനത്തെ ഐറ്റംസ് കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല ആൾക്കാർ വരും. അല്ലാതെ ഗുരുവായൂർ പ്രദേശത്തിൽ 365 ദിവസം അച്ഛൻ പുലർച്ചെ ചായ കിട്ടും. ഏത് പാതിരാത്രിയും വെള്ളം കിട്ടും, ചായ കിട്ടും, കിട്ടും. ഇവിടെ പിന്നെ എപ്പോഴും തിരക്കാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അങ്ങനെ തിരക്കില്ലായ്മ, തിരക്ക് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. ഏകദേശം മാത്രം ഒരു 5 പേര് കൂടുതൽ അത്രയില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.